ുള്ള കാര്യങ്ങൾ അത് വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്. പക്ഷെ അത് പാലിക്കാൻ ഇനിയും ഇസ്രായേൽ തയ്യാറാവുന്നില്ല. ഇപ്പോൾ പോലും ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഈജിപ്തുമായി സഹകരിച്ചുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ്. പക്ഷേ ഈജിപ്തിൽ നിന്നിപ്പോൾ അത് നിരാകരിച്ചിട്ടുണ്ട്. കാരണം ഗസയിൽ നിന്ന് പലസ്തീനികളെ ഈജിപ്തിന്റെ റഫാ അതിർത്തി തുടർന്ന് ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കവും അനുവദിക്കുകയില്ല എന്ന് തന്നെ ഈജിപ്ത് വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ തികച്ചും ഈ മാനുഷികമായിട്ടുള്ള ഒരു സഹായത്തിന് വേണ്ടി റഫാ അതിർത്തി തുറക്കാൻ തങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷേ ഇസ്രായേൽ കൂടിയാണ് അക്കാര്യം തീരുമാനിക്കേണ്ടതെന്നാണ് മധ്യസ്ഥ രാജ്യം കൂടിയായിട്ടുള്ള ഈജിപ്ത് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ UN പൊതുസഭ അംഗീകരിച്ചിരിക്കുന്ന UN രക്ഷാസമിതി തന്നെ അംഗീകാരം നൽകിയിട്ടുണ്ട് ഈ അന്തർദേശീയ സൈന്യത്തിന്റെ ഗസയിലുള്ള വിന്യാസത്തിന്. അതിൽ ഏതൊക്കെ രാജ്യങ്ങൾ ഭാഗഭാക്കാകും, എത്ര സൈന്യത്തെ നിയോഗിക്കും, ആ സൈന്യത്തിന്റെ ഉത്തരവാദിത്തം ആർക്കായിരിക്കും, അത്തരമൊരു ഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം എവിടെ നിലയുറപ്പിക്കും, അവർക്ക് ഗസയ്ക്ക് പുറത്തേക്ക് പൂർണ്ണമായിട്ടും അവർ പോകാൻ തയ്യാറാകുമോ എന്നതുൾപ്പെടെയുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളും ഉന്നയിക്കപ്പെടുന്നുണ്ട്. അക്കാര്യത്തിലും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇനിയും ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നിരന്തരമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഖത്തർ ഇന്നലെ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുമെന്ന്. പക്ഷേ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. ഏതായാലും ഇന്നിപ്പോൾ ഇസ്രായേലിന്റെ പാർലമെന്റ് യോഗം ചേർന്നുകൊണ്ട് നേരത്തെ ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് എത്രത്തോളം വെല്ലുവിളി അവിടെ സർക്കാരിന് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. അപ്പം നമുക്കറിയാം, വലിയ പ്രതിഷേധം ഇസ്രായേലിനകത്ത് തന്നെ ഉണ്ടായ സാഹചര്യത്തിലാണ്, ഇല്ലെങ്കിൽ വെടിനിർത്തൽ ആവശ്യം അവിടെ നിന്ന് ഉയർന്ന തെരുവിലേക്ക് ആളുകളും മനുഷ്യാവകാശ പ്രവർത്തകരും ഇറങ്ങിയ സാഹചര്യത്തിലാണ് ട്രംപ് ഈ പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത്. അത് ഇസ്രായേൽ ഇപ്പോൾ പാർലമെന്റ് അംഗീകരിച്ചിരിക്കുന്നു. എങ്കിൽ പോലും ഭരണകക്ഷി അംഗങ്ങൾ, പ്രത്യേകിച്ച് തീവ്ര വലതുപക്ഷ അംഗങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അവർക്ക് നെതന്യാഹു അത് അക്സെപ്റ്റ് ചെയ്തതിലുള്ള, ഇല്ലെങ്കിൽ അതിപ്പോൾ പാർലമെന്റിൽ പോലും പാസ്സായതിലുള്ള ഒരു അതൃപ്തി സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അത് ഇസ്രായേൽ ഭരണകൂടത്തെ ബാധിക്കുന്നതാണോ, അത് വെല്ലുവിളിയാണോ? തന്നെ തീർച്ചയായിട്ടും. കാരണം നേരത്തെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇത് അംഗീകരിച്ചിട്ടുണ്ട്. കാരണം ട്രംപിന്റെ അത്രയും ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദത്തെ തുടർന്നാണ് പിന്നെ നെതന്യാഹു ഇത് താൽക്കാലികമായിട്ടെങ്കിലും അംഗീകരിക്കുകയും പിന്നിട്ട 50 ദിവസത്തോളം ഏതാണ്ട് പ്രത്യക്ഷത്തിൽ പൂർണ്ണമായ തോതിൽ അല്ലെങ്കിൽ പോലും ആ വെടിനിർത്തൽ നിലനിൽക്കുന്നുമുണ്ട്. ഇനിയിപ്പോൾ അതിന്റെ അടുത്തൊരു ഘട്ടം എന്നതിലൊക്കെയാണ് ഇപ്പോൾ ഇസ്രായേൽ പാർലമെന്റിൽ, അതും പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിഡാണ് ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കിയത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ ഈ വെടിനിർത്തൽ കരാർ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിലുണ്ട്. അതായത് ഇനിയും ഗസയിൽ ഒരു യുദ്ധം പുനരാരംഭിക്കരുത് എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടിലാണ് യായർ ലാപ്പിഡിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഒന്നടങ്കം എത്തി നിൽക്കുന്നത്. കാരണം അത്രയേറെ വലിയ പരിക്ക് ഇസ്രായേൽ പിന്നെ സാമൂഹിക ഘടനയ്ക്ക്, അതോടൊപ്പം തന്നെ ഇസ്രായേൽ സൈനിക സംവിധാനത്തിന്, ഇസ്രായേലിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് യുദ്ധം ഇതോടുകൂടി നിർത്തണം എന്ന ഒരു താല്പര്യത്തിന്റെ കൂടി പുറത്താണ് പ്രതിപക്ഷ നേതൃത്വം ഇതിൽ പിന്നെ ഈ പാർലമെന്റിൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ബില്ലവതരണം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. പക്ഷെ ആ ഘട്ടത്തിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണമുന്നണി ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. അതിൽ തീവ്ര വലതുപക്ഷ നേതൃത്വമായിട്ടുള്ള ബെൻഗവിറും സ്മോട്രിക്കും ഒക്കെ ഈ വിട്ടുനിന്നവരിൽ ഉൾപ്പെടും. ഫലത്തിൽ പിന്നെ ട്രംപിനെ വെല്ലുവിളിക്കാനുള്ള പരിമിതി കാരണം നെതന്യാഹു ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ബിൽ പിന്നെ പാർലമെന്റ് ഇതിന്റെ ഒരു സാങ്കേതികമായിട്ട് ഇത് അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും തുടർ നീക്കങ്ങൾ എന്നത് ഇപ്പോൾ പോലും അത് അംഗീകരിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഭരണമുന്നണി അംഗങ്ങൾ. അതുകൊണ്ട് തന്നെ തുടർ നീക്കങ്ങൾ അല്ലെങ്കിൽ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം എന്നത് മുന്നോട്ട് പോകണമെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന്, ഭരണ കക്ഷിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു തീർപ്പ് വരേണ്ടതുണ്ട്. പക്ഷെ അത് എത്ര കണ്ട് ഉണ്ടാകും എന്ന ചോദ്യം കൂടിയാണ് ഈ രാത്രിയിലും ബാക്കി നിൽക്കുന്നത്. ധന്യ.